ഫ്ലവേഴ്സ് ടിവി പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക്. സ്വാഗതം ചെയ്യാൻ നമ്മുടെ രണ്ട് കാര്യക്കാരെ. ലെറ്റ്സ് വെൽക്കം ടിനി ടോം, ലെറ്റ്സ് വെൽക്കം ഷാജു ശ്രീധർ. നമുക്കിന്ന് രണ്ട് അതിഥികളാണുള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം നിയാസ് ബക്കർ, ഒപ്പം സെന്തിൽ രാജാമണി. കോമഡി ഉത്സവം പവർഡ് ബൈ മുത്തൂറ്റ് ഫിനാൻസ് ആൻഡ് കാർലി TMD സ്റ്റീൽ ബാസിൽ. ഇനി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് DJ ഡാൻസ് അക്കാഡമിയിൽ നിന്നും. DJ ഡാൻസ് അക്കാഡമി എവിടെയാ? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ. കംപ്ലീറ്റ് കൊടുങ്ങല്ലൂർക്കാരായിരിക്കണേ. ഫുൾ സപ്പോർട്ടാ കേട്ടോ. ഡാൻസിലോട്ട് പോലെ നമ്മള് അല്ലേ? Give me a key. Will you sing with me? I am a disco dancer. I am a disco dancer. I am a disco dancer. जिंदगी मेरा गाना, मैं इसी का दीवाना. तो झूमो तो नाचो और मेरे साथ नाचो. Go! I am a disco dancer. Hey! I am a disco dancer. मेरी ये जिंदगी गीतों की अमानत है. मैं इसीलिए पैदा हुआ हूँ. ये लोग कहते हैं मैं तब भी गाता था जब बोल पाता नहीं था. ये पाँव मेरे तो तब भी थे रखते थे जब चलना आता नहीं था. नगमों की मस्ती है मेरी जवानी में, है डांस मेरे लहू की रवानी में. यहाँ मेरी हार, यहाँ मेरी जीत, यही मेरे गीत. तो झूमो तो नाचो और मेरे साथ नाचो. Go! I am a disco dancer. I am a disco dancer. I am a disco dancer. जिंदगी मेरा गाना, मैं इसी का दीवाना. तो झूमो तो नाचो और मेरे साथ नाचो. Go! I am a disco dancer. Yeah! I am a disco dancer.
ആദ്യമേ ഏവർക്കൊരു നല്ല കൈയടി കൊടുത്തേ. രഞ്ജിടാ, മിഥുൻ ബാറിൽ ഡാൻസ് ചെയ്യണല്ലേ? മറ്റൊരു ആൽബം ഇട്ടില്ലേ ഇതുപോലെ തന്നെ ഡ്രസ് ചെയ്തിട്ട്? ഏതാണ് ആ പാട്ട് പറഞ്ഞേ? മറ്റേത് അയ്യോ, അത് മറ്റേ മൺസൂൺ മാംഗോസിലെ പാട്ടാണ്. അതിന് അതിലെ പാട്ടാണ് ബേബി ഗേൾ കം ടു മീ എന്ന് പറഞ്ഞ പാട്ട്. അതെ. ഈ മോൻ ചെയ്ത സ്റ്റെപ്പ് ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും മോനെ. ഇങ്ങനെ ആ കോങ്കോ ഇറങ്ങിട്ട് ഇങ്ങനെ കാണിച്ചില്ല പിണഞ്ഞത്. അതൊന്ന് പഠിപ്പിച്ചു കൊടുത്തേ. പാട്ടിടേ. I am a disco dancer. I am a disco dancer. I am a disco dancer. जिंदगी मेरा गाना, मैं इसी का दीवाना. तो झूमो तो नाचो और मेरे साथ नाचो. Go! I am a disco dancer. Hey! I am a disco dancer. ഷാജു, എങ്ങനെയുണ്ടായിരുന്നു ഇതിന്റെ? നന്നായിരുന്നു. നമ്മുടെ കുഞ്ഞല്ലേ മക്കളെ. ഇതില് ഇപ്പോ നടുക്കൊരാൾ നിൽപ്പുണ്ടെങ്കിലും ആരും ശ്രദ്ധിക്കണമെന്നായിപ്പോ എല്ലാവരും നായകന്മാരെ. അതിൻ്റെ അത് നടുക്കുള്ള ഒരുക്കുന്ന ആളാണെങ്കിൽ എപ്പോഴും ഹീറോ ഡാൻസ് ചെയ്യണത്. തകർത്ത് പൊളിച്ചളഞ്ഞു. പോന്റെ പേരെന്താണ്? അജോ. ആ സ്റ്റെപ്പൊക്കെ വീണ്ടും ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് കാണിക്കണം. കാലൊക്കെ വരച്ചു വെച്ച പോലെയാണ് ചെയ്യണം. എന്ത് പെർഫെക്ഷനാണെന്നറിയോ ഈ പ്രായത്തിൽ. ഈ 9ാമത്തെ വയസ്സിലാണ് ഈ മോൻ ചെയ്തേക്കുന്നത്. അത് എന്തൊരു എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണിത്. എത്ര തവണ നമ്മൾ കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു. പക്ഷെ ഇത് കാണുമ്പോൾ വീണ്ടും ഭയങ്കര ഫ്രഷ്നെസ്. അതും കളിച്ചതോ മിഥുൻ ചക്രവർത്തിയാണ്. ഇവൻ മിഥുനാണ്, ഇത് ചക്കര പെരട്ടിയാണ്. അപ്പൊ ആ സ്റ്റെപ്പിങ് എല്ലാം ഇങ്ങനെ വരച്ചു വെച്ച പോലെ ഉണ്ടായിരുന്നു. അത് എല്ലാവരും പറ്റുന്ന ആൾക്കാർ, എല്ലാം നല്ല മിടുക്കന്മാര് പിള്ളേരിട്ടാ. നിങ്ങളുടെ മാസ്റ്റർ ആരാണ്? അവരെ രണ്ടുപേരും ഇങ്ങോട്ട് വിളിക്കാം. ജ്യോതി ആൻഡ് ശ്രീകാന്ത്. അല്ല, ഇവരുടെ വീട്ടിലൊക്കെ നല്ല സപ്പോർട്ടാണ് പിള്ളേർ? എല്ലാ പാരന്റ്സും നല്ല സപ്പോർട്ടാണ്. ആണ്. ഇവര് നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യോ ക്ലാസ്സിലൊക്കെ? കുഴപ്പമില്ല, ഒരു ആവറേജ്. എല്ലാവരും ആവറേജ് ആണ്. ആ കല എപ്പോഴും നമ്മളെ ഒരു നല്ലൊരു കല ഉണ്ടെങ്കിൽ ക്രിമിനലുകൾ ഉണ്ടാവില്ല. ഉറപ്പാണ്. നിങ്ങൾ ഭാവിയിലെ ഏറ്റവും ബെസ്റ്റ് ഡാൻസേഴ്സ് ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ഒന്നും പറയാനില്ല, മനോഹരമായിട്ടുണ്ട് കുട്ടികളുടെ പെർഫോമൻസ് ലെവല്. കാരണം ഇവരുടെ ഈ ഒരു പ്രായത്തിൽ നിന്നിട്ട് ഇത്രയും എനർജറ്റിക് ആയിട്ട് ചെയ്യാന്നുള്ളത് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ ഇവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. അവരുടെ ഫേസിലൊക്കെ നല്ല ചിരി ഉണ്ടായിരുന്നു. സാധാരണ നമ്മളൊരു അധ്വാനം ചെയ്യുന്ന പോലെയാണ് ഡാൻസൊക്കെ ചില ഇതൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവർ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് അവർ പെർഫോം ചെയ്യണത്. അതിൻ്റെ ഒരു മൂഡ്, അതിൻ്റെ ഒരു പഞ്ച് നമുക്ക് ഈ ഇവിടെ ഇരിക്കുമ്പോൾ അത് കിട്ടിയിരുന്നു. അത് വളരെ വലിയ കാര്യം തന്നെയാണ്. ഗംഭീരം, അതിഗംഭീരം, അടിപൊളി. ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അവർ എൻജോയ് ചെയ്ത് കളിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു പഴയ കാലഘട്ടത്തിലേക്കൊക്കെ പോയ ഒരു അവസ്ഥ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫിഗർ കണ്ടുപിടിച്ചു. ഒരു ദുൽഖർ സൽമാന്റെ ഒരു കുഞ്ഞു ഫിഗർ ഈ രണ്ടാമത് നിൽക്കുന്നുണ്ട് സൈഡിൽ. അതെ. പിന്നെ ഈ അങ്ങറ്റം നിൽക്കുന്ന ആള് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മുടിയൊക്കെ മറിഞ്ഞിട്ട് ഒന്നും കണ്ടുകൂടാ. എന്നാലും പുള്ളി ഭയങ്കര ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള അടിപൊളി പെർഫോമൻസ്. ഇത് ചേട്ടൻ പറഞ്ഞ പോലെ ഇവർ ഈ 9ാമത്തെ 10ാമത്തെ വയസ്സിൽ ഇങ്ങനെയാണെങ്കിൽ ഒരു 10-20 വയസ്സൊക്കെ ആകുമ്പോൾ ഇവർ ഏത് ലെവലിൽ എവിടെ എത്തും എന്നുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. ഗംഭീരമായിരുന്നു. കൊറിയോഗ്രാഫി അസലായിട്ട് ചെയ്തിട്ടുണ്ട്. പിള്ളേരെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു സ്റ്റെപ്പ് പോലും എവിടെയും മിസ്റ്റേക്ക് വരാതെ ഗംഭീരമായിട്ട് അവർ പെർഫോം ചെയ്ത് എവിടെയും അവർ തെറ്റിച്ചിട്ടില്ല. ഒരു തരത്തിലും പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു എന്താ പറയുക ഫുൾ ക്രെഡിറ്റും മാഷ്മാരായ നിങ്ങൾക്കും കൂടെ ഉള്ളതാണ്. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് ചെയ്തു. ഒരു കാലത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ തിയേറ്ററിൽ പോയി കണ്ട ഡിസ്കോ ഡാൻസർ എന്ന് പറയുന്ന ആ സിനിമയിൽ ഇനി വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. എനിവേ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. ഇത്തവണയും പിള്ളേർ പൊളിച്ച് അല്ലേ? താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക്സ് എ ലോട്ട്. കോമഡി ഉത്സവം പവർഡ് ബൈ മുത്തൂറ്റ് ഫിനാൻസ് ആൻഡ് കാരളി TMT സ്റ്റീൽ ബാസിൽ. ഇനി അടുത്തത് വൈറൽ വീഡിയോ സെഗ്മെന്റ്. വരുന്നത് ആളാരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. കലാവല്ലഭനായ ശ്രീ വല്ലഭസ്വാമിയുടെ മണ്ണായ തിരുവല്ലയിൽ നിന്ന് ഒരു കൊച്ചു കലാകാരൻ അശ്വിൻ AK. മിണ്ടി തുടങ്ങിയ കാലം തൊട്ടേ
കാക്കയെയും പൂച്ചയെയും അനുകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന അശ്വിനെ അനുകരണകലയുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയത് പിതാവ് അനൂപ് തിരുവല്ലയാണ്. സ്വദേശത്തും വിദേശത്തുമൊക്കെ നിരവധി സ്റ്റേജ് ഷോകളിലൂടെ പയറ്റിത്തെളിഞ്ഞ അനൂപ് ഇന്നൊരു പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റാണ്. പഠനത്തോടൊപ്പം അഭിനയകലയിലും മികവ് പുലർത്തിയിരുന്ന അശ്വിൻ ഇതിനോടകം നിരവധി ഷോർട്ട് ഫിലിമുകളിലൂടെ തന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. കലയോടൊപ്പം പഠനത്തിലും മിടുക്കനായ അശ്വിൻ തിരുവല്ല MGM ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അശ്വിന് കോമഡി ഉത്സവത്തിന്റെ ഈ മഹാവേദിയിലേക്ക് സ്നേഹസ്വാഗതം. അശ്വിൻ എത്ര വയസ്സായി മോനെ? എനിക്ക് 10. 10 വയസ്സ്. എവിടാ മോൻ പഠിക്കുന്നത്? ഞാൻ MGM തിരുവല്ല MGM തിരുവല്ലയിലാണ് പഠിക്കുന്നത്. ഓക്കെ, എന്താണ് വൈറലായെന്ന് പറഞ്ഞാൽ എന്താ സംഭവം? മിമിക്രി തന്നെ. മിമിക്രി ചെയ്താണ് വൈറലായത്. അപ്പൊ MGM സ്കൂളിൽ ചെയ്യാറുണ്ടോ? ആ ഉണ്ട്. ഉണ്ട്. അവിടെയൊക്കെ സ്റ്റാർ ആണോ? യെസ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ആ മിമിക്രി ഒന്ന് ചെയ്യാം. ഓക്കെ, റെഡി. ആദ്യം എന്താ? ആദ്യം ജനാർദ്ദനൻ ചേട്ടൻ്റെ സൗണ്ട്. നീ പൊന്നപ്പെടട്ടെ തക്കപ്പൻ തടുത്തക്കപട്ടി ജടായത്തോ താട്ടട ഓടുന്നവൻ ചത്തപ്പെട്ട കാർ തട്ടി ഓടിക്ക് ചട്ട കാണട്ടെ അവട്ടെ അവട്ട കാറ്. സൂപ്പർ. അടുത്തത് അജു വർഗീസ്. അജു വർഗീസ്. എന്റെ പൊന്നു മാമച്ച പനനാറി, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ടെന്ന്. ഇത് ഞാൻ ഗോവയ്ക്ക് കൊണ്ടു വെച്ചിരിക്കുന്ന കാശ. ഇതിന് 5 പൈസ തല്ല എന്റെ പൊന്നു മോനെ. നിന്റെ അച്ഛൻ മാസാടാ, മരണ മാസ. കലിംഗ ശശി. മോനാരാ കൂട്ടുകാരനാണോ? ഞാൻ വിചാരിച്ചു കോളേജിൽ പഠിക്കുന്ന പയ്യനാണെന്ന്. കുടിച്ചോ ചായ കുടിച്ചോ, പനമ്പടി തരട്ടെ. ഓക്കെ, അടുത്തത് വിജയരാഘവൻ. വിജയരാഘവൻ. മോളെ ഉണക്കുന്നേ തല്ലിയോടാ കാക്കിയുടെ വളത്തിൽ എന്തും ചെയ്യാന്നുള്ള തോന്നലാണെങ്കിൽ നിനക്ക് തെറ്റി കാട്ടിപ്പോയി കൊമ്മന്റെ കണ്ണി വിടുവറിയാത്ത. അടുത്തത് അമരം എന്ന ചിത്രത്തിലെ അശോകൻ. നിന്റപ്പറാടി ഇക്ക രാജാ ചാടാറാട് ഒരാളെ ചക്കൻ പഠിപ്പണ്ട ഇവരുണ്ടോ എടിപ്പണ്ടേ ഒരു ചുമ്മാ കേട്ടോ മാളത്താമ്പണ്ട് കടവാട്ടി മതി. അടുത്തത് മൊട്ട രാജേന്ദ്രൻ. தம்பி நின்ன செருப்பு ரொம்ப அழகா இருக்கு. நீ ஊருக்கு புதுசா? தம்பி தமிழ் தெரியாதா? ചേട്ടാ, MGM തിരുവല്ലയുടെ താരമാണ് ഈ നിൽക്കുന്നത് അശ്വിൻ. അശ്വിനെ ആരോട് വാശിയുള്ള പോലെ സ്റ്റേജിൽ പെർഫോം ചെയ്യണത്. അവൻ ആ ക്യാരക്ടറായി മാറുമ്പോണ്ടല്ല, ഇങ്ങോട്ട് വാ എന്നെ കാണിച്ചു തരാന്നുള്ള രീതിയിലാണ് പെർഫോം ചെയ്യണത്. ആ വാശിയാണ് നമ്മളെ പല സ്ഥലത്ത് എത്തിക്കുന്നത്. അത് ഒരിക്കലും വിട്ടുകളയരുത് കേട്ടാ. ഇപ്പൊ മോന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ പാകപ്പെട്ടല്ലോ പിള്ളേരുടെ സൗണ്ടാണ്, പക്ഷെ ആ മോഡുലേഷനൊക്കെ കറക്റ്റാ. ഈ ഒരു സ്പിരിറ്റ് ഒരിക്കലും കളയരുത്. കാരണം ഈ ഒരു ഏജിലുള്ള ഇത്രയും സ്പിരിറ്റ് കണ്ടാക്കുന്ന ഒരു കുഞ്ഞ് വേറെ ഇല്ല കേട്ടോ. കാരണം ആ വിജയരാഘവൻ ചെയ്യുന്ന ആദ്യമായിട്ടുള്ള ഒരു പയ്യനാട്ടോ ഞാൻ കാണുന്നത്. ഒന്നും കൂടി കാണിച്ചാ ദേഷ്യം കാണിച്ചാ അല്ല കാക്കിയുടെ വളത്തിൽ എന്തും ചെയ്യാന്നുള്ള തോന്നലാണെങ്കിൽ നിനക്ക് തട്ടി കാട്ടിപ്പോയി കൊമ്മന്റെ കണ്ണി വിടുവറിയാത്ത. ഞാൻ ആദ്യം വിചാരിച്ച് വന്ന ഉടനെ മറ്റേ ആക്സോബ്ലേഡ് എടുക്കും അതൊക്കെയാണ് വിചാരിച്ചത്. ഇത് വലിയ വലിയ ആൾക്കാർ ചെയ്യുന്ന സംഭവമാണ് മോൻ ചെയ്ത് കേട്ടോ. തകർക്കണ്ട, ഇപ്പോഴും അവനെ സ്പിരിറ്റ് ഉണ്ട്. ഓൾ ദ ബെസ്റ്റ്. അപാര എനർജി ആയിരുന്നു മോനെ പെർഫോം ചെയ്യുമ്പോൾ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് വെറുതെ നിന്നും ചെയ്യാം, അതല്ലാതെ വളരെ ആക്റ്റീവായിട്ട് നിന്ന് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നീ അതിൻ്റെ മൂമെൻറ്റ്സ് അടക്കം ഇട്ടിട്ട് അത് സീൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് എന്നുള്ളത് അതിൻ്റെ മോഡുലേഷൻ കേട്ടാൽ അറിയാം. കാക്കിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ ആ തൊണ്ട ഇടറുന്ന ശബ്ദമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റ് ടൈമിലാണ് വീണിട്ടുള്ളത്. നല്ല ടൈമിംഗ് ആയിരുന്നു, നല്ല മോഡുലേഷൻ ആയിരുന്നു. പിന്നെ വോയിസ് കുറച്ചും കൂടി പാകപ്പെട്ട് വരുമ്പോൾ നീ സൂപ്പറാടാ. അടിപൊളി, ഒന്നും പറയാനില്ല. ഇത് എനിക്ക് വേണേ ബിജുക്കുട്ടൻ ചേട്ടന്റെ സീറ്റ് ആണല്ലേ, അതാണ് ഒന്നും പറയാനില്ല. എല്ലാരും പറഞ്ഞു വരുന്ന കഴിയുമ്പോ ഒന്നുമില്ല. ഇതൊരു തീപ്പൊരിയാണ്, ആളിക്കത്താനുള്ള ഒരു വലിയ തീ ഇതിനകത്ത് കിടപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര എനർജി. അവൻ വേറൊരാളായി മാറുന്നു ആ ഒരു കുറച്ച് മ്യൂക്രി വേദിയിലേക്ക് വരുമ്പോൾ. അപ്പോൾ യാതൊരു തരത്തിലുള്ള പേടിയോ ഒന്നുമില്ലാതെ ഈ ഒരു എനർജി എന്നും നിലനിൽക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. അച്ഛൻ വന്നിട്ടുണ്ടോ കൂടെ? ആരാ വന്നിട്ടുള്ള? അച്ഛനുണ്ട്.
അച്ഛനെ എങ്ങോട്ടൊന്ന് വിളിക്കാലോ. അച്ഛനെവിടെ? അച്ഛനാണെന്ന് പറയില്ല, ചേട്ടനാണെന്നല്ലേ. ഇതാണോ അച്ഛൻ? അതെ. ഇതാണ് അച്ഛൻ എന്ന് വിളിച്ചത്. ഇതാണ് അനൂപ് മിമിക്രി അല്ലേ? ഞാൻ മിമിക്രി ആർട്ടിസ്റ്റാണ്. ഞാൻ കൊച്ചിൻ നവോദയ മിറർ ഫ്രം കേരള പ്രശാന്ത് പുന്നപ്പുരയുടെ സമിതിയിലുണ്ടായിരുന്നു. ഞാൻ റഹ്മാന്റെ ഒക്കെ ഫിഗർ ചെയ്യുന്നത് പല സീഡികളിലും കൂടെ ഇവിടെ. അപ്പം അനൂപിനെ നമുക്ക് ഫുള്ളായിട്ട് വേണം. അല്ല ഈ അനൂപിനെ നമുക്ക് അങ്ങ് എടുത്താലോ? ഇത് മകനെ വിട്ടിട്ട് പുള്ളി മകനെ ഞാൻ ഇപ്പം ഈ സ്റ്റാർ വർദ്ധനങ്ങ് നിർത്താന്ന് വെച്ചു. കാരണം ഈ കോമഡി ഉത്സവം വന്നപ്പോൾ നമ്മളെക്കാളും കഴിവുള്ള ആൾക്കാരാ. മോനെ അങ്ങ് ഏൽപ്പിച്ചേക്കാം, നമുക്ക് ഫിഗറിലേക്ക് അങ്ങ് പോവാം. അനൂപിനെ നമുക്ക് എന്തായിരുന്നാലും വേറൊരു അവസരത്തിൽ കൊണ്ടുവന്ന് ഫുള്ളായിട്ട് ചെയ്യണ്ടേ? ഈ ഫിഗർ ചെയ്യുന്ന പറഞ്ഞപ്പോ അമരീഷ് പുരിയും റഹ്മാനും ഒക്കെ ചെയ്യും അല്ലേ? അല്ല ഈ അശ്വിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അശ്വിൻ റെക്കമെൻഡ് ചെയ്യണേ അച്ഛനെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഓഡീഷൻ അല്ലേ, ആഡീഷൻ. വേണം. ഓക്കെ അനൂപ്, അപ്പൊ ഉറപ്പായിട്ടും തിരിച്ചു വന്ന് നമുക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്യണം കേട്ടോ. ശരി, ഉറപ്പായിട്ടും. അപ്പൊ എല്ലാവരും നല്ലൊരു കൈഡി ഫാമിലി. താങ്ക് യു അശ്വിൻ, ഗംഭീര കേട്ടോ. കോമഡി ഉത്സവം പവർഡ് ബൈ മുത്തൂറ്റ് ഫിനാൻസ് ആൻഡ് കൈരളി TMT സ്റ്റീൽ ബാസിൽ. ഇനി അടുത്തത് സ്പോട്ട് ഡബിംഗ്. സ്പോട്ട് ഡബിംഗ് വരാൻ പോകുന്നത് 2 പേരാണ്, നിഖിൽ ആൻഡ് ശരവണൻ. വെൽക്കം. വീണ്ടും തിരിച്ചിവിടെ എത്തിയിരിക്കുകയാണ്. നിഖിലേ, എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഷോസ് ഒക്കെ നന്നായിട്ട് പോകുന്നില്ലേ? അത്യാവശ്യം. അപ്പൊ ആരാണെന്ന് സ്പോട്ട് ചെയ്യാൻ? ഇന്ന് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന മൂവിയിലെ മുരളി ഗോപി സാറിനും ലെന ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ശരവണൻ ചെയ്യാൻ പോണത്. ആണോ? അതെ. ഓക്കെ. അപ്പോ ശരവണ, എങ്ങനെയുണ്ട് ഷോസ് ഒക്കെ ഇഷ്ടംപോലെ? ഉത്സവ സീസണിലൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് അല്ലേ? അപ്പൊ 2 പേരും സ്പോട്ടിലോട്ട് പോയിക്കോളൂ. ഇവിടെ വിഷ്വൽ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ലൊരു വീഡിയോ. ഒരു തരത്തിൽ നോക്കിയാൽ അവൻ പറയുന്നത് ശരി. പോലീസുകാരും ടീച്ചേഴ്സും ഡോക്ടേഴ്സും ഡെമോക്രസിയിൽ ഏറ്റവും കൂടുതൽ പേർക്കുന്ന വിഭാഗം. ബട്ട് അവർ കൊടുക്കുന്ന ശമ്പളത്തിന് ഡെസ്പൈറ്റ് നോക്കിയേ. ഇവനോട് ആരെങ്കിലും പറഞ്ഞോ പോലീസുകാരനാവാൻ? എന്നോടാരെങ്കിലും പറഞ്ഞോ കമ്മ്യൂണിസ്റ്റ് ആവാൻ? അന്നയോടാരെങ്കിലും പറഞ്ഞോ ഈ പാതി മനുഷ്യനെ സ്വയംവരം ചെയ്യാൻ? സഖാവ് ഫയർ ബാൻഡ് ട്രിക്കിന്റെ ആള് മാത്രല്ല, ഇതുപോലത്തെ ടച്ചും ഡയലോഗുകളും പറയും. ഫയർ ബാൻഡ് ട്രിക്കിന് വന്ന അന്നെ അത് എഡിറ്റ് ചെയ്യില്ലേ? അറിയാൻ പാടില്ലാത്തൊക്കെ എഡിറ്റ് ചെയ്ത് കളയാനല്ല ജേർണലിസ്റ്റ് പ്രമാണം. നൈസ് പാർട്ടി. ഇതിനൊരു ഗിഫ്റ്റ് തരാം. എന്തു വേണം? അന്നെ പോയി ആ ഗിറ്റാർ എടുത്ത് ആ പഴയ സോങ് ഒന്ന് വിളിച്ച് എനിക്കെല്ലാം ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ തീർക്കണം. ഓക്കെ, ആ ഡൺ. അന്നെ TV ഒന്ന് നോക്കി. ഓക്കെ, അതിനു മുൻപ് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് വേണം. എന്തിനാ? വി ഹാവ് ടു ഗോ ടു ജയ്മാത. ഡു യു കംപ്ലീറ്റ് ചെക്കപ്പ്? ആ കാർഡിയോളജിസ്റ്റ് 3 മാസം മുൻപ് പറഞ്ഞതാണ് 5 ഗ്രാം ചെയ്യാൻ. ഇതിനൊക്കെയുള്ള കാശുണ്ട് എൻ്റെ കയ്യിൽ. ഈ ഇമോഷൻസ്, ദുഃഖാചരണം, ഇതെല്ലാം പോയിന്റ്ലെസ് ആണ്. റംബീറ്റ് കേക്കോളാം, തിരഞ്ഞെടുത്ത പാതയിൽ നടന്നുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. റംബീറ്റ് കേക്ക്. ഡ്രംബീറ്റ് തീർന്ന പിന്നെ ആരും നടക്കില്ലേ? വീട്ടിൽ പോണ്ടേ ഈ ഡ്രംബീറ്റും പരേഡൊക്കെ കഴിഞ്ഞ്? അന്നക്കിത് ആരാന്ന് മനസ്സിലായി? അന്ന് നാട് വിട്ടു പോയതാ. ഇപ്പൊ നമ്മുടെ അനിയുടെ കട വെച്ച് കണ്ടോ. അപ്പൊ അന്നെ കാണുന്നൊരാഗ്രഹം. ഇറങ്ങി വെളിയിലെ ഇറങ്ങാൻ. അന്നെ അത് അങ്ങനെ സംഭവിച്ചു പോലെ. ഇറങ്ങാൻ. നീ എവിടെയിലോട്ടേക്ക് അന്നെങ്കി വന്നേ. എന്ത് ചേച്ചി പ്രശ്നം? നീ അവിടെ നിന്നാ മതി. ചേച്ചി തൽക്കാലം ഇവരോട് നിൽക്കട്ടെ. ആരാണ് ഇപ്പൊ വന്ന അലവലാതി? അതുകൊണ്ട് നിങ്ങൾക്ക് ആവതില്ലാത്തതാണ്. ഇതുപോലുള്ള ആൾക്കാരെ വീട്ടിൽ വിളിച്ച് കയറ്റി. മിണ്ടാണ്ടിരിക്കടാ. ആരോടാണ് സംസാരിക്കണമെന്ന് അറിയാമോ? അറിയാമോ നിനക്ക്? അമ്മ ഇവിടെ നിർത്തണമെങ്കിൽ നിർത്തിയിട്ട് പോ. നീ അത് നിന്റെ പണി നോക്ക്. കുറെ ഉണ്ടല്ലോ ചെയ്ത് തീർക്കാൻ. പോ. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല കേട്ടോ. ആ സീനിനകത്ത് തന്നെ പെട്ടിരിക്കുകയായിരുന്നു. കാരണം അവിടെ നിന്ന് 2 പേര് ഡബ് ചെയ്യുന്നതായിട്ട് തോന്നിയില്ല. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടേ തോന്നിയുള്ളൂ. അത് നിങ്ങളുടെ മാത്രം ടാലന്റ്. ചേട്ടാ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഞാൻ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണുന്ന സിനിമയാണ്. മുരളി ഗോപി പെർഫെക്റ്റ്, ഓക്കെ, താങ്കൾ ഇതിനു മുമ്പ് തെളിയിച്ചിട്ടുള്ളതാണ്. അത് സ്പോട്ട് ഡബ് ചെയ്ത്. പക്ഷേ ലെനയിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ നമുക്ക് പിന്നെയും അല്ലേ, ഇത് ഡബിൾ ഞെട്ടലാണ് കേട്ടോ. ഒരു സ്ത്രീക്കൊക്കെ ഒരു പുരുഷൻ ശബ്ദം കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ല, പെട്ടെന്ന് പിടിക്കും. താങ്ക് യു. മുരളി ഗോപി ഞാൻ മോശമായിട്ട് അധികം പുകഴ്ത്താത്തല്ല കേട്ടോ, അത് പെർഫെക്റ്റ് അതാണ്. പക്ഷേ ഇതൊരു AA+ കൊടുക്കേണ്ട സംഭവമാണ്. ഓൾ ദി ബെസ്റ്റ്.
സത്യത്തിൽ ഞാൻ ലെനയുടെ ശബ്ദം അതിൽ ഓൾറെഡി ഉള്ളതെന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചില്ലല്ലേ ഞാൻ ഡബ് ചെയ്യുന്നത് ഇപ്പുറത്ത് ഈ ഒരു വോയിസ് മാത്രമാണ് ഡബ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഏതെങ്കിലും ക്യാരക്ടറാണെന്ന് വിചാരിച്ചിട്ട്. എൻ്റെ പൊന്നു ഭാഷേ, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ? വളരെ മനോഹരമായിട്ടുണ്ട്. രണ്ടാളും കേട്ടോ, രണ്ടാളും. നിങ്ങൾ ആ ഡയലോഗ് പ്രസന്റേഷനിൽ ആ മിതത്വം പാലിച്ചിട്ടുണ്ട്. ഒരു ഡയലോഗ് ഇങ്ങനെ അടിച്ചു കിടക്കുന്നില്ല, വളരെ സ്മൂത്തായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്തു. രണ്ടാളും മനോഹരമായിട്ട് സൂപ്പർ. യാസിക പറഞ്ഞ പോലെ എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് ഇങ്ങനെ 2-3 പ്രാവശ്യം നോക്കി, പക്ഷെ എനിക്ക് അത് മൈക്ക് വെച്ചിരുന്നോണ്ട് എനിക്ക് അറിയാൻ പറ്റില്ല. ഒന്ന് അല്ലാതെ ഒന്ന് വെറുതെ പറയാൻ പറ്റില്ല. സൗണ്ട് ഒന്ന് മിണ്ടാണ്ടിരിക്കടാ. ആരോടാണ് സംസാരിക്കണമെന്ന് അറിയാമോ നിനക്ക്? അമ്മ ഇവിടെ നിർത്തണമെങ്കിൽ നിർത്തിയിട്ട് പോ. നീ ആദ്യം നിന്റെ പണി നോക്ക്. കുറെ ഉണ്ടല്ലോ ചെയ്ത് തീർക്കാൻ. പിന്നെ മുരളിഗോപിയുടെ ശബ്ദം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ സൂപ്പർ. രണ്ടും ചേർന്ന് ഇതുപോലെ ടിനിച്ചേട്ടൻ പറഞ്ഞാൽ ഈ സിനിമ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ട സിനിമയാണ്. എനിക്ക് ഇപ്പോഴും കാണാൻ ഒരുപാട് ആഗ്രഹമുള്ള സിനിമയാണ്. അപ്പോൾ അത് നിങ്ങളുടെ സ്പോട്ട് ഡബിലൂടെ കാണാൻ സാധിച്ചില്ല. ഒരുപാട് സന്തോഷം. രണ്ടുപേരും നന്നായിരുന്നു. ആ ഫിലിമിലെ ആ ഒരു എക്സ്പ്രഷൻസ്, അവരുടെ ഒരു ആ സീനിൻ്റെ ഒരു ഇതിനനുസരിച്ച് മോഡുലേഷനും ആ ഫീലിംഗ് കറക്റ്റായിട്ടും ഉണ്ടായിരുന്നു. അസലായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. കാലക്ക് കേട്ടോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഗംഭീരമായിരുന്നു. ആ സീൻ അതുപോലെ തന്നെ കാണാനും പറ്റി. എല്ലാവരും നല്ലൊരു കേടി വിടുന്നത്. താങ്ക് യു. കോമഡി ഉത്സവം പവർഡ് ബൈ മുത്തൂറ്റ് ഫിനാൻസ് ആൻഡ് കൈരളി TMT സ്റ്റീൽ ബാസിൽ ഇനി അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. നേരത്തെ നമുക്കിവിടെ വളരെ പരിചയമുള്ള വ്യക്തിയാണ്, ഒരുപാട് ഷോസ് ചെയ്തിട്ടുള്ള ആളാണ്, നമ്മുടെ സ്റ്റാർ സിംഗറിലും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തി. ഇത്തവണ പക്ഷെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ അച്ഛനും കൂടി ഈ വേദിയിലേക്ക് എത്താൻ പോവാണ്. അപ്പോ നല്ല കൈയടിയോടെ സ്വാഗതം ചെയ്യാം ഭാഗ്യരാജൻ രാജേന്ദ്രൻ. സന്തോഷം കാണാൻ കഴിയുന്നത് കേട്ടോ. ഇപ്പൊ തവണ അച്ഛന്റെ കൂടെയാണ് പെർഫോമൻസ് ആണ്. ശരിക്കും അച്ഛനാണ് തുടക്കം ഇട്ടതെന്ന് അല്ലേ? അതെ, വീട്ടില് എല്ലാരും പാട്ടുകാരാണ്. എല്ലാരും പാട്ടുകാരാണ്. അപ്പൊ ആദ്യം ഞാൻ ആദ്യം ഒരു പാട്ട് പാടാം. അത് കഴിഞ്ഞിട്ട് മതി. ഭാഗ്യരാജന്റെ പാട്ട് നമ്മൾ ഒരുപാട് കേട്ടതാണ്. അച്ഛന്റെ പാട്ട് കേട്ടെ. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയാ മധുര സ്നേഹ തരംഗിണിയായി ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി കാലമമാകാശ ഗോപുരനിഴലിൽ കാലമമാകാശ ഗോപുരനിഴലിൽ കൽപ്പന തൻ കളകാജികൾ ചിന്തി കൽപ്പന തൻ കളകാജികൾ ചിന്തി ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി. അസലായിട്ടാണ് കേട്ടോ പാടുന്നത് ഭാഗ്യരാജ്. ഇത് ഇത്രയും എത്തണില്ല അല്ലേ? രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു പാട്ട് നമുക്ക് കേൾക്കണ്ടേ? ആദ്യം ഭാഗ്യരാജിന്റെ ഒരു പാട്ട് കഴിഞ്ഞു.
ആഴിത്തിരമാല പോലെ കാത്തു നിന്നേൽക്കാം പീലിച്ചെറു തൂവൽ വീശി കാറ്റിലാടി നീങ്ങാം കനിയേ കനവിതളാ നീവാ നിധിയേ മണിയേ പുതുമലരാവാ പൂമുത്തോളെ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി ആരീരാരം ഇടറല്ലേ മണിമുത്ത് കൺമണി. ആരും കാണാമേട്ടിലേ തിങ്കൾ നെയ്യും കൂട്ടിലേ ഈണക്കൂയിൽ പാടും പാട്ടിൻ താളം പകരാ പേരുമണിപ്പൂവിലേ തേനൊഴുകും നോവിനെ ഓമൽ ചീരി നോറും നീതി മാറത്തോതുക്കാം സ്നേഹക്കളിയോടമേറി നിൻ തീരത്തെന്നും കാവലായി മോഹക്കോതി വാക്കു തൂകി നിൻ ചാരത്തെന്നും മൂമലായി എന്നെന്നും കണ്ണേ നിൻ കൂട്ടായി നെഞ്ചിൽ പുഞ്ചിരി തൂകുന്ന പൊന്നോമൽ പൂറങ്ങ് പൂമുത്തോളെ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി. രഞ്ജടാ അച്ഛനും മോനും. അച്ഛന്റെ മുഴുവൻ പേരെങ്ങനെയാണ്? രാജേന്ദ്രൻ. രാജേന്ദ്രന്റെ രാജും അമ്മയുടെ പേര് ഭാഗ്യലക്ഷ്മി. ആ ഭാഗ്യം ഈ രാജ്യം കൂടി ചേർത്താണ് ഈ ഭാഗ്യരാജ്. ഭാഗ്യരാജ്. അപ്പൊ ഈ ഭാഗ്യം എവിടെ? ഭാഗ്യം കൊണ്ടെന്ന ആളെവിടെ? ഭാഗ്യമാണ് ലക്ഷ്മി രണ്ടും ഒരുമിച്ച് ചേർന്ന ആളാ. അപ്പൊ അമ്മ എവിടെ? അമ്മ വരൂ, സ്റ്റേജിലോട്ട് വരൂ. ഇതാണ് ഭാഗ്യരാജിലെ ഭാഗ്യ. ഭാഗ്യരാജ് ഇതാണ്. ഒരു മോനുള്ളോ? അല്ല, അനിയനുണ്ട്. ഒരു അനിയനുണ്ട്. ആ അമ്മ മലയാളി തന്നെയാണ്? തമിഴ്നാടാണ്, കോയമ്പത്തൂര് തമിഴ്നാടാണ്. പെയിന്റിങ്ങില് കാണുന്ന തമിഴ് രൂപമുണ്ട്, അതുപോലെ ഇരിക്കണം അമ്മ. അമ്മയും പാടുമായിരിക്കും അല്ലേ? തമിഴ്നാട്ടിൽ നിന്ന് എന്തായാലും പാടാണ്ടിരിക്കില്ല. കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കും. പാട്ടിൽ എന്താണ് തെറ്റു കുറ്റങ്ങളെന്നുള്ളത് കണ്ടുപിടിക്കും. പുള്ളിയും പാട്ട് പാടും. പുള്ളി പാട്ട് പാടും. പാടും. എന്റെ വൈഫും പാടും. അപ്പൊ വൈഫിനെ വിളിക്ക്. വൈഫിന്റെ പേര്? എന്റെ പേര് അഞ്ജു. എന്തായാലും വളരെ സന്തോഷം. കാരണം ഒരു കലാകുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ ഒത്തു വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവാനുഗ്രഹമാണ്. നിങ്ങൾ എല്ലാവരും വന്നതിന് ആദ്യം നന്ദി പറയുകയാണ്. നിങ്ങൾ അച്ഛനും മോനും കൂടി ഇന്ന് പാടുന്ന ഞാൻ ശരിക്കും ഭയങ്കര കണ്ണു നിറയുന്ന സംഭവമാണ്. അങ്ങനത്തെ ഒരു സീൻ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ടാണോ നിങ്ങൾ ഫ്രെയിമിൽ വരുന്നത്? ആദ്യമായിട്ടാണ് സ്റ്റേജിൽ പാടി ഉണ്ടാവും? അച്ഛൻ ഫസ്റ്റ് ടൈമാ? അല്ല, നിങ്ങൾ ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ ഫസ്റ്റ് ടൈം. എന്നും മെമ്മറി ആയിട്ട് ആൽബമായിട്ട് എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. കല്യാണം ഇതിനൊക്കെ ആൽബം എടുത്ത് വെക്കുന്ന പോലെ അച്ഛനും മോനും കൂടി പാടിയത് എന്നും എടുത്ത് അല്ലേ? അപ്പൊ അമ്മയ്ക്കും എല്ലാവരും കൂടി ഒന്നിച്ചു വരുന്ന ഈ കുടുംബം. ഈശ്വരൻ കനിഞ്ഞ ഒരു കുടുംബമാണ്. കാരണം എല്ലാവരും പാട്ടുകാര്. നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള വൈകുന്നേരങ്ങളും അതൊക്കെയാണ് ഞാൻ ആലോചിക്കണം. കാരണം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് വേറെ ഒരു മാധ്യമങ്ങളും പാട്ട് തന്നെയാ അല്ലേ?
ഒരു ഭയങ്കര ഭാഗ്യമാണ്. അപ്പന്റെ മുന്നിൽ പാടാൻ ശരിക്കും പേടിയാണ്. കാരണം ഞങ്ങൾക്ക് അവിടെ ഇല്ല, അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയല്ല, എല്ലാം കറക്റ്റ് ചെയ്യുന്ന അപ്പനാണ്. അങ്ങനെ ഒരാളുള്ളത് വലിയ ഭാഗ്യല്ലേ. അച്ഛന്റെ ശബ്ദം ശരിക്കും ഒരു വിപ്ലവ സ്വഭാവമുള്ള ഒരു ശബ്ദമാണ്. അതുകൊണ്ട് നന്നായിട്ടുണ്ടായിരുന്നു. വളരെ നിങ്ങൾക്കൊന്നും അഭിപ്രായം പറയാൻ പറ്റുന്ന ആളല്ല ഞാൻ. അത്രയും ഉയർന്ന ആർട്ടിസ്റ്റുകളാണ്. പേര് പോലെ തന്നെ ഭാഗ്യമുള്ള മകൻ, ഭാഗ്യമുള്ള അച്ഛൻ, ഭാഗ്യമുള്ള അമ്മ, ഭാഗ്യമുള്ള മരുമകൾ, ഭാഗ്യമുള്ള ഒരു കുടുംബം. അത് കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി. ഇത് ഈ ഭാഗ്യരാജിന്റെ വൈഫ് പാട്ട് പാടുവോ? അതെ, പാട്ട് മാത്രമല്ല, ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടെയാണ്. ഞങ്ങൾ ഗുജറാത്തിലൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ഞങ്ങളുടെ ഒരു സ്കിറ്റില് ഫുൾ ലീഡ് ഒരു നായികയായിട്ട് ചെയ്ത ആളാണ് ഈ നിൽക്കുന്ന ആള്. അത് ചെറിയ പുള്ളിയല്ല. അപ്പൊ എന്തായാലും ഇത് നേരിട്ട് കാണാൻ, ഈ പെർഫോമൻസ് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ശരിക്കും പറഞ്ഞ രണ്ടുപേരും പാടിയെങ്കിലും അച്ഛനും മോനും കൂടെ ഒരുമിച്ചൊരു സോങ് പാടണം ഇനി എന്തെങ്കിലും ഒരു സ്റ്റേജിൽ. വന്ന മരുമോള് പോലും പാട്ടുകാരിയാണ്. MS വിശ്വനാഥൻ സാറിൻ്റെ പാട്ടുകൾ അതുപോലെ പാടുമ്പോഴുള്ള വ്യത്യാസം കണ്ടില്ല. ആ പാടുന്ന സ്റ്റൈൽ കണ്ടോ, വ്യത്യാസം കണ്ടോ? വളരെ കൂളായിട്ടാണ് പുതിയ ഇത് പാടുന്നത്. അദ്ദേഹം ശരിക്കും പാട്ട് ആസ്വദിച്ച് വലിയ സന്തോഷം എല്ലാവരെയും കാണാൻ കഴിഞ്ഞില്ല. താങ്ക് യു. അപ്പോൾ കുടുംബത്തിന് പ്രത്യേകമായിട്ട്, ഈ ഭാഗ്യ കുടുംബത്തിന് കേട്ടോ വന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക്സ് ലോട്ട്. എല്ലാവരും നല്ലൊരു കാര്യം. താങ്ക് യു. കോമഡി ഉത്സവം പവർഡ് ബൈ മുത്തൂറ്റ് ഫിനാൻസ് ആൻഡ് കരളി TMT സ്റ്റീൽ ബാസിൽ ഇനി മിമിക്രി കോമ്പറ്റീഷൻ ആയിട്ട് ഇവിടെ വരുന്നു സനീഷ് and അരുൾ. സനീഷ് ആദ്യമായിട്ടാണ് വരുന്നത്. അരുളേ, വീണ്ടും സ്വാഗതം. ഇത് എത്രാമത്തെ തവണയായി? ഇതിപ്പോ ഏഴാമത്തെ തവണയാണ്. എന്നിട്ട് മിമിക്രി കോമ്പറ്റീഷൻ നിൽക്കണേ ഉള്ളൂ ഇപ്പോഴും. മറ്റേ സ്പോട്ട് ഡബിംഗ് കഴിഞ്ഞാണല്ലോ അല്ലേ? ഓക്കെ. ആരൊക്കെ ലിസ്റ്റിലുള്ള? ഇന്ന് P. ബാലേന്ദ്രൻ സാറ്, വിജയ് സേതുപതി, സാജു നവോദയ. വിട്ടുള്ള ഒരു കളിയില്ല അല്ലേ? സനീഷ് എവിടെയാണ് വീട്? എൻ്റെ വീട് കോഴിക്കോട് പുതുപ്പാടി എന്ന സ്ഥലത്താണ്. അവിടെ എന്ത് ചെയ്യുന്നു സനീഷ്? ഞാൻ ദുബായിലാണ്. ദുബായിലാ? ശരി. അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഫാബ്രിക്കേറ്റർ വർക്ക് ചെയ്യാം. ഇപ്പോൾ ആരൊക്കെ ലിസ്റ്റിലുള്ള? ഇപ്പോൾ പൃഥ്വിരാജ്, പിണറായി വിജയൻ, അതുപോലെ ലാൽ ജോസ്. ഒരു ബന്ധമില്ലാത്ത ലിസ്റ്റ്. അറിയില്ല. നമ്പർ 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. ലാൽ ജോസ് ഇവിടെ ലിസ്റ്റിലുണ്ട്. വരാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജാതികട സ്വന്തം ലാൽ ജോസ് ആണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്ത പടത്തിൻ്റെ പ്രമോഷനാണ്. അപ്പോൾ എല്ലാവരും എത്തണം, അനുഗ്രഹിക്കണം. താങ്ക് യു. കുഴപ്പമില്ലാതെ കേട്ടോ. ലിസ്റ്റിൽ ഇല്ലാഞ്ഞിട്ട് കൂടി ലാൽ ജോസ് കേൾക്കാം. ഹലോ, വായാടി പറയാം. വാ, ഇങ്ങനെ സുഖമായിരുന്നു അല്ലേ? ഇരിക്കന്നെ മനസ്സിലായി കാണില്ല. ബുക്സ് വായിക്കുന്ന ചെയ്യേണ്ട ഒരു പക്ഷേ ഇരിക്കന്നെ മനസ്സിലാകും. ജോസഫ് കറുകൻ, അക്ഷയ പബ്ലിക്കേഷൻ. പൂജ എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വെച്ചുള്ള പരിചയമാണ്, കൂടെ പഠിച്ചതല്ല. സൂപ്പർ. നമ്പർ താങ്കളുടെ? നമ്പർ 3. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. മാന്യ പ്രേക്ഷകർ, നമ്മൾ തമ്മിലേക്ക് ഊഷ്മള സ്വാഗതം. വീട്ടമ്മാരുടെ ദുഃഖങ്ങൾ തീരുന്നില്ല. വീണ്ടും അടുത്ത ആഴ്ച. എനിക്കിഷ്ടമല്ല, എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ഞാനാണ് അയാൾ. ഇതാത് ശ്രീകണ്ഠ സാറിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ചെയ്താണ് കേട്ടോ, അല്ലാതെ ഗംഭീരമായിരുന്നു കേട്ടോ. ഓക്കെ. അറിയില്ല. നമ്പർ 6. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. മോഹഭംഗ മനസ്സിലെ കുറച്ചുകൂടി പാടിക്കൂടാ. സ്നേഹചന്ദ്രിക വീതിയിൽ. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലൊരു മണ്ടനെയാണെന്ന്. എന്തൊരു ട്രോളാണത്. ഓക്കെ. നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. മോഹൻലാൽ. അമ്പലത്തുനിന്ന് വരുന്ന വഴിക്ക് ആ കാർത്തികേയൻ മുതലാളിയുടെ വീട്ടിലൊന്ന് കയറി. ആണോ മുതലാളിയാണോ വലിയ മുതലാളി, പക്ഷെ ആ പണം നൽകുന്ന സുഖം ഞാനങ്ങിട്ട് വേണ്ടാന്ന് വെച്ചു. അമ്മയ്ക്കൊരു ദീന വന്നപ്പോൾ അച്ഛൻ എന്തേ നല്ല ഡോക്ടർമാരെ കാണിച്ചില്ല എന്ന് പരാതി പറഞ്ഞാലോ. അതുകൊണ്ട് തൃശ്ശൂരുള്ള രാമേന്ദ്രോട്ടം കുറിക്കണ്ടായി. 2 ദിവസം അവിടെ കിടക്കാമെന്ന് വെച്ചാലാവാലോ. മംഗലശ്ശേരി നീലകണ്ഠൻ ദരിദ്രനാച്ചാലും
മകൻ മുതലാളിയാണോ വലിയ മുതലാളി? ശംഭു മഹാദേവ. അരുളുടെ നമ്പർ 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. മിസ്റ്റർ വിശ്വനാഥൻ, തന്റെ വിറയാർന്ന കൈകളിലൊക്കെ ഒരു ആയുധമെടുത്ത് തന്നിട്ട് അത് ഏതൊരു പ്രാണന നേരെ ചൂണ്ടാനും തലനാരുടെ വ്യത്യാസമില്ലാതെ കാഞ്ചു വലിക്കാനും തന്നെ പഠിപ്പിച്ച് ഈ ശേഖരന് തനിക്ക് വേണം ഈ ശേഖരനെ കൊല്ലാം. ഇവിടെ വെച്ചല്ല അവസാനിപ്പിക്കാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പക്ഷെ കുഴപ്പമില്ല ചെയ്തു. ഞാൻ ഡയലോഗ് എല്ലാം കാണാതെ പറഞ്ഞല്ലോ. അപ്പോ സനീഷിന്റെ ലാസ്റ്റ് നമ്പർ 12. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 12. മിസ്റ്റർ ആന്റണി, ഒരു രാഷ്ട്രീയ സദാചാര ലംഘനത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണ്ടായി. മധ്യപ്രദേശിലെ യാത്ര നടന്നതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണ്ടായി. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലക്ക് മറ്റൊരു സംസ്ഥാനത്തെ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഗവൺമെൻറ് എന്നോട് പറഞ്ഞു അങ്ങോട്ട് പോകരുത് എന്ന്. മുഖ്യമന്ത്രി അല്ലാതിരുന്നൊരു പിണറായി വിജയനായിരുന്നെങ്കിൽ ഈ ഇന്ദ്രചന്ദ്രനെ വല്ലാതെ ഞാൻ അവിടെ പോകുമായിരുന്നു. രണ്ടുപേരുടെ 3 നമ്പറും കഴിഞ്ഞു. അപ്പോ സനീഷിന്റെ ലിസ്റ്റിലോട്ട് പോവാം. പൃഥ്വിരാജ്. അപ്പൊ സമ്മതിച്ച്, ഇയാള് സമ്മതിച്ച്, ഇയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഇയാൾ സമ്മതിച്ച്. കമലച്ചേടത്തി തോട്ടത്തിൽ നല്ല പെരുവെള്ള സമയത്ത് വരാലടച്ചും കൂടി കാഞ്ഞിരപ്പള്ളിയിലും കൂടെ ഈ കുഞ്ഞിനൊരു സവിശേഷ സ്വഭാവമുണ്ട്. ഈ പെമ്പിളാറ പറയാൻ നടക്കും, എന്നിട്ട് അവരങ്ങ് വളയ്ക്കും. വളഞ്ഞാൽ പിന്നെ കുഞ്ഞുവിന്റെ ത്രില്ലങ്ങ് പോയി. ആ തരത്തിൽ പോയ പെൺകുട്ടികളിൽ ഒരാളാണ് കമല. കമല, വെയിറ്റ് ആൻഡ് സീ, കാഞ്ഞിരപ്പള്ളിയിൽ എന്തും വിളയും. വെരി ഗുഡ്. അരളെ ലിസ്റ്റിലോട്ട് പോവാം. ആദ്യമേ പി ബാലേന്ദ്രൻ സാറ്. എടോ ഇമ്മാനുവല്ലേ, തന്റെ ആനിയുടെ ഒറ്റമൂല്യം ഉണ്ടല്ലോ, അത് വലിച്ചിടോ. കൊള്ള നല്ലതാ. ഇനി കവലേക്കൊക്കെ ഇറങ്ങുമ്പോ എന്റെ വീട്ടിലേക്കൊന്ന് വരണം. ഞാനിവിടത്തെ ചെറിയൊരു സൂപ്പർ സ്റ്റാർ ആണോ. അത് വിജയ് സേതുപതി, അദ്ദേഹത്തിന് നാനോ റൗഡിദാൻ എന്ന് പറഞ്ഞ മൂവിയിലൊരു டேன்வர் உனக்கு தெரிஞ்சவன் ஃப்ரெண்டு ஒரு பொண்ணை லவ் பண்ணுன்னு வச்சுக்க. அந்த பொண்ணு அப்படியே அவங்க கூட அங்கே விட விலைக்கு போகணும். உனக்கு அந்த பொண்ணை எவ்வளோ பிடிச்சாமே சரி. அதை விட்டு நான் பேசல நீ பேசுறது, நான் மெசேஜ் பண்ணல நீ மெசேஜ் பண்ண, நான் கால் பண்ணல நீ கால் பண்ண, நான் வெளியே கூட்டு போகல நீ வெளியே கூட்டு போகுது. இதுக்கெல்லாம் பேர் என்ன தெரியுமா? எச்ச. டேய் 11,000 பிரச்சனை இருக்கும், சண்டை வரத்தாசி ஒரு கேவல தான் செய்யும். அந்த கேப் தான் நான் அவளை மிஸ் பண்ணுவேன், அவள் என்ன மிஸ் பண்ணுவேன். இங்கே லவ் டெவலப் பண்ண கொஞ்சம் ஸ்ட்ராங் ஆகும். அந்த கேப்பில் நீங்கள் வந்து பூச்சி வச்சுக்க. அவங்கள 10 பைசா ப்ராஜெக்ட் கிடையாதுடா. அது அங்கே இங்கே சுற்றி இங்கே தான் வருவேன். அதுக்கான உண்மையாக பண்ணி வச்சிருக்கோம். സൂപ്പർ. സാജു നവോദയം കൂടി. അപ്പൊ നിങ്ങളും പട്ടാക്കി പോയാണ്. പണ്ട് ഇതുപോലെ എൻ്റെ അമ്മാവൻ ടൂർ പോയിട്ട് ആ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് അതോടെ കമ്പ്യൂട്ടർ ആൾക്കാർ സ്പോട്ടിൽ തീർന്നു പോയി. നിക്കടാ, എടാ പോലടാ, എടാ അമ്മാവൻ 50 വർഷത്തെ കഥ കേട്ടുപോടാ. എന്നെ അറിയാമല്ല, ഞാൻ ഇങ്ങനെയാണ്. എടാ നിനക്ക് അറിയാവാ, നമ്മളൊരാളെ കളിയാക്കി കഴിഞ്ഞാൽ നമുക്ക് 5 വയസ്സ് പറയും, സ്വന്തം അച്ഛനെ കളി കഴിഞ്ഞ് 10 വയസ്സ് പറയും. അതല്ലേ ഞാൻ ചുള്ളരായിട്ട് നിൽക്കണത്. അരുളേ, നീ വേറെ ഒരു പണിക്കും പോവില്ല, ഉറപ്പാണ്. അതായത് ഞാൻ കുറച്ച് ഒരു 3-4-5 പ്രാവശ്യം മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എല്ലാ അടവും പയറ്റി കഴിഞ്ഞു. ഇനി മിമിക്രിയിൽ സ്ഥിരതാമസമാവുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അല്ലേ? ഉറപ്പല്ലേ? ഇവിടം വിട്ടു പോവില്ല. ഇവിടുത്തെ ചോറ് കൊണ്ടു തുടങ്ങി, മിമിക്രി ചോറ് കൊണ്ടു തുടങ്ങി. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഓരോന്ന് പുതിയ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്ഥിര അംഗം തന്നെയാണ് വരിക, ഇനിയും വേണ്ടുക കേട്ടാ. തനീഷ് ഇപ്പൊ എത്രാമത്തെ വർഷം? ഫസ്റ്റ് ആണോ? പക്ഷെ ഒരു 10-15 പ്രാവശ്യം വന്ന പോലെ ഉണ്ട് പെർഫോമൻസ്. നല്ല പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണല്ലേ? അല്ലേ? പ്രൊഫഷണലായിട്ട് അങ്ങനെ ചെയ്തില്ല. ഇല്ല, എന്നാലും ഉത്സവ പറമ്പുകൾക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ പ്രൊഫഷണൽ ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ധൈര്യമുണ്ട്. ഓരോ സ്റ്റാർ ചെയ്യുന്ന നേരത്ത് നല്ല കോൺഫിഡൻസോടുകൂടിയാണ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഇനി അടുത്ത സ്പോട്ട് ഡബിങ് അല്ലേ? നോക്കാന്നല്ല, വരണം. നോക്കാന്നല്ല, നമ്മളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ലീവ് കിട്ടുന്നതനുസരിച്ച് ചെയ്യാം. ഓക്കെ. എന്തെന്നാ പറയാ, നമുക്ക് ഏഴായാലത്ത് എത്താൻ പറ്റാത്ത ഒരു മേഖലയാണത് അനുകരണം. ഗംഭീരായിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ സാജുവിന്റെ ഈ പറഞ്ഞ പോലെ ഒന്നും പറയാനില്ല. പുള്ളി ലാൽ ജോസ് സിനിമയിലെ ഡയലോഗാണ് അത്. പക്ഷെ ഗംഭീരായി വളരെ സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡയലോഗ് പറയുന്ന ഫീലില്ല എന്തായാലും. താങ്ക് യു. വിജിക്കുട്ടൻ ചേട്ടൻ്റെ ഡയലോഗ് കടം എടുത്തോട്ടെ, ഒന്നും പറയാനില്ല. അല്ല, ഞാൻ സാജി ചേട്ടൻ്റെ വോയിസ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ അത് കേൾക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അടിപൊളി, എല്ലാം രണ്ടുപേരും സൂപ്പർ.
വളരെ അസലായിരുന്നു. നമ്മൾ സാറ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരുപാട് പേര് എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ് വിജയ് സേതുപതി. നമ്മൾ നാട്ടിൽ നിന്ന് ഒരാൾ ചെയ്യുമ്പോൾ ആ ഒരു ലാംഗ്വേജിൽ കറക്റ്റ് ആ തമിഴ് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. ആ ഒരു സ്റ്റൈല് പുള്ളിയുടെ ഏത് തമിഴാന്ന് എനിക്കറിയില്ല. ഇത് ചെന്നൈ തമിഴ്, കോയമ്പത്തൂർ തമിഴ്, കുറേ തമിഴുണ്ട്. ഒരു വേറെ സ്റ്റൈലാണ് അയാൾ പറയുന്ന രീതിയാണ്. അത് കറക്റ്റായിട്ട് പഠിച്ച് ഒബ്സർവ് ചെയ്തത് നന്നായിട്ടുണ്ട്. അസലായിരുന്നു കേട്ടോ. അതുപോലെ മറ്റേ പി ബാലേന്ദ്രൻ സാർ കറക്റ്റ് വോയിസ് ആയിരുന്നു, നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്ത പിണറായി വിജയൻ സാറിൻ്റെ എല്ലാ വോയിസും നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേരെ കൈപിടിച്ചേപ്പിക്കട്ടെ. ചേട്ടാ നമുക്ക് ഇന്നത്തെ ഉത്സവം കൊടിയിറക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരാളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. ശരിക്കും ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണുന്നത് ഗ്രാമഫോൺ എന്ന് പറയുന്ന സിനിമയിലാണ്. കാരണം ഗ്രാമഫോൺ എന്ന് പറയുന്ന സിനിമയിലെ ഡബിങ്ങിലൂടെയാണ് ശരിക്കും എനിക്ക് മേജറായിട്ടൊരു റോള് കിട്ടുന്നത്. അപ്പോൾ ഗ്രാമഫോണിൽ ആണ് അതിനകത്തൊരു ക്യാരക്ടർ കണ്ടപ്പോഴാണ് ഇത് ആരാണ് എന്ന് ചോദിച്ചപ്പോഴാണ് അത് നമ്മുടെ അപ്പോഴും അതാണ് നവാസിന്റെ ബ്രദർ, അനിയൻ, ഉറപ്പിച്ച കാര്യമാണ്. അപ്പോൾ അന്ന് തൊട്ട് ഇദ്ദേഹത്തെ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഓരോ ക്യാരക്ടറിനും അതിൻ്റെതായ വ്യക്തിമുദ്ര നൽകുന്ന വ്യക്തിയാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. നിയാസ് ബക്കർ, ലെറ്റ്സ് വെൽക്കം ഹിം ഹിയർ ഓൺ സ്റ്റേജ്. ഗ്രാമഫോൺ അല്ലേ ഒരു ഫസ്റ്റ് ഇഷ്ടം എന്നുള്ള ഇഷ്ടമാണ്. അതെ, സാറിന്റെ ഇഷ്ടം എന്നുള്ള ഒരു ക്യാരക്ടർ റോള് ചെയ്യുന്നത്. പിന്നെ അതിനു മുമ്പ് ഭരതൻ സാറിന്റെ വെങ്കലത്തിലൊക്കെ എനിക്ക് കാണാമെന്ന് മാത്രം ക്യാരക്ടർ റോള് ചെയ്യുന്ന ഇഷ്ടം എന്നുള്ള സിനിമയാണ്. അതിനുശേഷം കമൽ സാറിന്റെ ഗ്രാമഫോൺ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഗ്രാമഫോൺ പിന്നെയാണ് റിലീസായതും അല്ലേ, കുറച്ച് നാളിന് ശേഷമാണ്. കാരണം അത് കഴിഞ്ഞ് നമ്മളും കഴിഞ്ഞിട്ടാണല്ലോ ഗ്രാമഫോൺ. അപ്പൊ അന്ന് അത് ഡബ് ചെയ്യാൻ വരുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സീക്വൻസുകൾ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു എന്താ സംഭവം, ഇത് ആരാണ് എന്നുള്ളത് ചോദിക്കാറ്. അപ്പൊ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് കൊടുത്താണല്ലേ ചെയ്യാറ്. എന്തോ ദൈവഗുരുത്വം കൊണ്ടൊക്കെ ശരിയാവണമെന്നല്ല, ഞാനിതൊന്നും നോക്കാറില്ല. ചില അപ്പിയറൻസ് ഒക്കെ മാറുമ്പോൾ നമുക്ക് ചിലപ്പോ ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു ചേഞ്ച് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ തോന്നും. എന്നല്ലാതെ ഞാനിത് ഗഹനമായി പഠിച്ചിട്ട് അങ്ങനെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അത് ഇഷ്ടത്തിലെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഓർഡിനറിയിലെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ക്യാരക്ടറാണ്. ഓർഡിനറി ഡയലോഗിൽ ഇപ്പോഴും എടുത്ത ആൾക്കാർ ടിക്ടോക്കിലും ഒക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടാ ഒന്ന് വേദിയിലേക്ക് വരും. നിയാസിക്കയ്ക്ക് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഐക്കോണിക് ക്യാരക്ടർ ഇവിടെ അവതരിപ്പിക്കുന്നതിനൊക്കെ എല്ലാം നമ്മൾ മാത്രമല്ല ഇത്രയും നാളും നമ്മുടെ കോമഡി ഉത്സവം നൽകുന്ന ആദരം ഇന്ന് നിയാസിക്കയ്ക്കാണ്. അപ്പൊ ടിൻചേട്ടാ നിയാസിക്കയെ പറ്റി ഒന്ന് ന്യായത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരാള്, മിമിക്രി മറ്റേ മാറിക്കിട്ടെ, അങ്ങനെ വളരെ കുറച്ച് പേരുള്ളൂ. നിയാസാണോ? അതിലൊരു ന്യായം ഉണ്ടാവും, ഒരു സത്യം ഉണ്ടാവും. അങ്ങനെ കുറച്ച് പേർക്ക് ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഷാജു പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. അറിയാൻ പറ്റും, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അവൻ വെറുതെ അടിച്ചായിരിക്കും, അല്ല വെറുതെ അടിച്ചായിരിക്കും, തള്ളായിരിക്കും എന്നൊക്കെ പറയും. നിനക്ക് തരാൻ വേണ്ടി അതിനു വേണ്ടി എന്റെ ന്യായം പറഞ്ഞു. ഇപ്പോഴും ഇവര് ചേട്ടനെ പറഞ്ഞു നവാസും നിയാസ് ഉണ്ട്. അപ്പൊ നിയാസ് ആണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കുമല്ലോ. ഇപ്പോഴും നവാസ് പിന്നിൽ നിൽക്കും. അതെനിക്ക് തോന്നുന്നു ഫാദറിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ബക്കർക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, പുള്ളി അങ്ങോട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. സിബി സാറൊക്കെ പിന്നാലെ നടക്കുമായിരുന്നു പറഞ്ഞു. പഴയ നാടകക്കാരെല്ലാവരും പറയും പുള്ളിക്ക് സിനിമ വലിയ ക്രൈസ് ഒന്നുമില്ല, നിർബന്ധിച്ചു കൊണ്ടാണ് അഭിനയിപ്പിച്ചുകൊണ്ടിരുന്നത്. ലോയ് സാറും ഇവർക്കൊക്കെ അറിയാവുന്ന ആളും ഭയങ്കരമായിട്ട് അവരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളുമായിരുന്നു. അനാർക്കിസ്റ്റ് എന്നാണ് ശരിക്കും പണ്ട്. എന്നാൽ ഒന്നിലും ശ്രദ്ധയൊന്നുമില്ല, അവരിഷ്ടപ്പെടുന്ന സ്ഥലത്തൂടെ യാത്ര ചെയ്യാറുള്ളൂ. അതിൽ എനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്തും ചീത്തപ്പേര് കേൾപ്പിക്കാത്തതും അങ്ങനത്തെ ഒരു ഗുഡ് വില്ല് അത് പെട്ടെന്നൊരു ദിവസം ഉണ്ടാവുന്നതല്ല. ഒരു ദിവസം എൻ്റെ അടുത്ത് സിദ്ദിഖ, അതെ നടൻ സിദ്ദിഖ പറഞ്ഞ് ആദ്യമായിട്ടൊക്കെ സിനിമയിൽ വരുന്ന കാലഘട്ടം ഉണ്ട്. ആ സമയം എടാ നവാസിനൊരു ബ്രദറുണ്ട്, ചേട്ടനുണ്ട്, അവൻ വന്നിട്ട് ഇവിടെ ചാൻസ് ചോദിക്കുന്ന രീതിയിൽ വന്നിട്ട്, അതായത് പുറത്തുനിന്നൊരുത്തം വന്നിട്ട് അഭിനയിക്കാൻ ഞെട്ടിപ്പോയി, ഇത് പുറത്തുനിന്ന് വന്നു, ഇത് അഭിനയിച്ച് കാണിച്ചാന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പുള്ളി പറഞ്ഞു ഞാനിത് അഭിനയിച്ച് കാണിച്ചാണെന്ന്. സാധ്യമായിട്ട് 1 man ഷോ ഉണ്ട്, മോണാക്ട് പോലത്തെ ഒരു ഇതുണ്ട്, അതിൽ അഗ്രഗണ്യനാണ്. പിന്നെ നമ്മൾ ജർമ്മനി അവിടെ ഒക്കെ ഷോ പോയിട്ടുള്ളതാണ്. സ്റ്റേജിൽ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നിന്ന് അഭിനയിക്കാൻ പറ്റില്ല. അതുപോലെ ചിരി വരുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ്, ലൈഫുള്ള ക്യാരക്ടേഴ്സിന് അങ്ങനെ സംഭവിക്കുക. അപ്പൊ ഇതെല്ലാം കൂടി ചേരുന്നതാണ് നിയാസ്. നമുക്ക് വേണ്ടി ആ 1 man ഷോയിലെ ഏതെങ്കിലും ഒരു സാധനം. അത് ടിനി പറഞ്ഞ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ആദ്യമായിട്ട് നന്ദി പറയാൻ വേണ്ടി സ്റ്റേജിൽ കയറിയ ഒരു
ക്യാരക്ടർ. അത് ഞാൻ അങ്ങനെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ളത് എനിക്ക് ഒരു കയറാം. അപ്പൊ ഒരു കമ്മിറ്റിക്കാരനായിട്ട് ആരെങ്കിലും ഒരാളിന്റെ കൂടെ പെർഫോം ചെയ്യാൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ യോഗത്തിന് നന്ദി പറയാനായിട്ട് കുമാരേട്ടനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളിയാ. ആരെ? കുമാരേട്ടനെ. എന്ത് പ്രാന്ത നീ പറയണത്? ആവശ്യമില്ലാത്ത മണി കേൾക്കുക. ഞാൻ വരെ വേദി കയറി വല്ലതും സംസാരിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. കൈയും കാലും മറിക്കും. അല്ല അതെ, അവനെ അറിയില്ല. അതുകൊണ്ട് അത് നമ്മളെ ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് സംസാരിക്കും. ഉണ്ണികൃഷ്ണ കുമാരേട്ടൻ തന്നെ പറഞ്ഞു. പറഞ്ഞു, കുഴപ്പമില്ല, ആൾക്കാർ പ്രശ്നമില്ല, പറഞ്ഞോളൂ. നമ്മുടെ എന്താ പറയണ്ടെന്ന് അത് നമ്മുടെ പ്രസിഡന്റ് അതെന്നെ പറയട്ടോ, ആലോചിക്കണ്ടേ. ഈ നമ്മുടെ ഈ യോഗം മറ്റേ ഇതിന്റെ യോഗം ഈ യോഗത്തിന്റെ ഇത് നമ്മൾ വർഷാവർഷം എല്ലാ കൊല്ലവും എല്ലാ വർഷവും നടത്തി പോരാറുള്ളതാണല്ലോ. എല്ലാ കൊല്ലവും നടത്തി പോരാണല്ലോ വാർഷികം. അപ്പോ ഈ വർഷത്തെ ഈ വർഷത്തെ വാർഷികം അതിഗംഭീരമായിട്ട് നടത്തണം എന്നൊക്കെ തന്നെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? ഓരോന്നോരോന്ന് പറഞ്ഞു വരില്ലേ. അപ്പൊ അതേപോലെ തന്നെ ഈ കൈ എവിടെ കെട്ടുണ്ടെന്ന് അറിയില്ല. പണ്ടാറടങ്ങ നമ്മുടെ ഈ ഇതിന്റെ ഈ ക്ലബിന്റെ ഭാരവാഹി മറ്റേ സെക്രട്ടറി സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും അങ്ങനെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് പ്രസിഡന്റിന് നന്ദി. അതേപോലെ തന്നെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഏതൊരാവശ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഏതൊക്കെ രീതിയിലുള്ള സഹായ സഹകരണങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മക്കളെ ഒരു 100 പ്രാവശ്യം പറഞ്ഞ എന്നെ കൊണ്ട് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന ഒരാളും എല്ലാം അറിയാമെന്നുള്ള നിലയ്ക്ക് പ്രസംഗിക്കുന്ന ചില ആൾക്കാർ അവർ പറയുന്നത് എന്താണെന്ന് അവർക്കും മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഒരു പ്രസംഗം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ സത്യത്തിൽ നിപ്പ എന്ന് പറയുന്ന ഒരു പനി ഇത്രയധികം ഭയങ്കര ഭീകരമായിട്ട് കൊട്ടിഘോഷിച്ച് ഇതങ്ങനെ അങ്ങോട്ട് വൈഡാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് ഏതോ അക്ഷരത്തെറ്റ് പറ്റി ഒരുത്തൻ തിരിച്ചു പറഞ്ഞാണ് പനി എന്നുണ്ടായിരുന്നുള്ളൂ. അത് നിപ്പാന്ന് ആയിപ്പോയതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ആളുകളുടെ ഇടയിൽ വലിയൊരു ഭീതി പരത്തുന്നതിനായിട്ട് എല്ലാ വർഷവും ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1947 എന്നിട്ട് ഞാൻ അങ്ങനെ നിർമ്മിച്ചിട്ടുണ്ടോ? ഇതുപോലുള്ള ഓരോ കാലഘട്ടത്തിലും ഓരോ പനിയും ഓരോ സംഗതികളും ഉണ്ടായിട്ടില്ലടോ. ഇല്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ പാലക്കാടൻ കഥകൾ ഒരുപാടുണ്ടാവുമല്ലോ. പാലക്കാടൻ കഥകളുടെ ആളാടായിരിക്കണം ഷാജു. ഞാന് അവിടെ ഇങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് നെമ്മാറ ഭാഗത്തൊക്കെ. അപ്പൊ അവരൊക്കെ ചില കഥകൾ പറഞ്ഞു കേട്ടോ. അതിലൊരു കഥ ഞാൻ പറയാം. അവിടെ ഈ പനകൾ ധാരാളമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ പനയിൽ ഇയാളുടെ കള്ള് ചെത്തലാണ് ഇയാളുടെ തൊഴിൽ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇത് ചെത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചുറ്റും ആളുകളൊക്കെ ഇങ്ങനെ വയലിൽ പണിയെടുക്കുന്നുണ്ട്. ഞാറുനടലും പരിപാടികളൊക്കെ കുറേ സ്ത്രീകളൊക്കെ ഉണ്ട്. ഇയാളിത് ചെത്തിക്കൊണ്ടിരിക്കണത് എടുത്ത് പിടിവെട്ടുങ്ങട് നേരെ വന്നു. ഈ ശബ്ദം കേട്ടിട്ട് ഈ ആൾക്കാർ പണിയെടുക്കുന്നവരൊക്കെ എല്ലാവരും കൂടി ഓടി എന്ത് പറ്റി ഓടിച്ചെന്ന് നോക്കിയപ്പോൾ പുള്ളിയില്ലേ വീണാള് എന്നിട്ട് എന്ത് പറ്റിയെന്നൊന്ന് ചോദിക്കും. എന്തുപറ്റി? ഇല്ല ഒന്നുമില്ല, എന്റെ വീടിൻ തീപ്പെട്ടി എവിടെ പോയെന്ന് കാണാൻ പനയെന്ന് വീണാളേ. ഇത്ര നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് പാലക്കാട്. എനിക്ക് ഒരുപാട് പേരെ ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായും. ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ, ഞാൻ ഇവരെയൊക്കെ കണ്ട് മിമിക്രി പഠിച്ച ആളാണ്. അപ്പം പിന്നെ ഞാൻ എന്ത് പറയാനാണ്? ഞാൻ പറയാനൊട്ട് ഒന്നും അല്ല. എന്തായാലും ഇവരുടെ ഒപ്പം ഇവിടെ ഇരുന്ന് നിയാസിക്കയുടെ ഒക്കെ അടുത്തിരുന്ന് ഇതൊക്കെ കാണാനും ഇവരുടെ ഒപ്പം മിങ്കിൾ ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. ഒരുപാട് സന്തോഷം ചേട്ടാ. ചേട്ടാ എത്രയോ സ്റ്റേജുകൾ ഞങ്ങൾ പാലക്കാട് എനിക്ക് തോന്നുന്നത് പാലക്കാടൻ ഭാഷയുടെ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്ന എല്ലാറ്റിലും പാലക്കാടൻ ഭാഷ ഏറ്റവും നന്നായിട്ട് നിയാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ പഠിക്കാനുണ്ടായ കാരണം ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ഞാനായിരുന്നു ആദ്യം പാലക്കാട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നവാസും നിയാസും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ നിയാസിൻ്റെ കുറേ ഐറ്റങ്ങളുണ്ട്. ഇപ്പോൾ ടിനി പറഞ്ഞില്ലേ അഭിനയിക്കാൻ വേണ്ടി വരുന്ന, അതൊക്കെ ഭയങ്കര സ്റ്റേജിൽ നിർത്താതെ ചിരിക്കുന്ന ഐറ്റങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ പാലക്കാട് ശരിക്കും ഇതായി. അതിനുശേഷം അവിടെ നിന്നുകൊണ്ട് പ്രോഗ്രാം കളിച്ചുകൊണ്ട് തന്നെ ഒരു പാലക്കാടൻ ഐറ്റം ഉണ്ടാക്കി പിന്നെ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്ത ആളാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് കാണാനും കുറച്ച് നേരം ഷെയർ ചെയ്യാനും പഴയ മിമിക്രിയൊക്കെ ഒന്ന് ഓർമ്മിക്കാനൊക്കെ അവസരം കിട്ടിയ വലിയ സന്തോഷം. നിങ്ങൾ രണ്ടുപേരും കൂടി നമ്മളൊന്ന് സ്റ്റേജിൽ ജോയിൻ ചെയ്യും. നിരവധി ചിരിമുഹൂർത്തങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട കലാകാരൻ നിയാസ് ബക്കറിന് കോമഡി ഉത്സവത്തിന്റെ സ്നേഹാദരവ്. നിയാസിക്കയ്ക്ക് ഈ ആദരവ് നൽകിക്കൊണ്ട് ഇന്നത്തെ ഉത്സവം കൊടിയിറക്കാണ്. ഒരിക്കൽ കൂടി കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ വളരെയധികം നന്ദി. തന്ന സപ്പോർട്ടിന് ഭയങ്കര അധികം സന്തോഷം. താങ്ക്സ് അലോട്ട്. അടുത്ത ഉത്സവത്തിന് കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ എവരിബഡി. Yeah.